നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും അടുത്ത തവണ പാലക്കാട് സ്ഥാനാർത്ഥിയാകില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്. രാഹുലിനെ കൊണ്ട് ഏതായാലും ഇനി സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നാൽ, ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാകും. അതല്ലെങ്കിൽ രാഹുലിനെതിരെയുള്ള FIR ഒക്കെ കോടതി റദ്ദ് ചെയ്യുകയും ക്വാഷ് ചെയ്യുകയും അദ്ദേഹം യാതൊരു കുറ്റകൃത്യത്തിലും ഉൾപ്പെടാത്ത വിധം പുറത്തേക്ക് വരികയും ചെയ്താൽ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഒരുപക്ഷേ വീണ്ടും പരിഗണിച്ചേക്കാം. അതിനൊക്കെ തുലവും വിദൂരമായ സാധ്യതകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പാലക്കാട് BJPക്ക് വലിയ വേരുകളുള്ള, ആഴത്തിൽ സ്വാധീനമുള്ള പ്രദേശമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം മറ്റേതെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാൽ BJP പാലക്കാട് ജയിച്ചു കയറുമെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. കാരണം പലപ്പോഴും ഷാഫി പറമ്പിലൊക്കെ ജയിക്കാറുള്ളത് 2000-3000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷത്തിലാണ്. കാരണം BJPക്ക് കനത്ത സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് ഇപ്പോൾ പാലക്കാട്. ഇപ്പോൾ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ BJPയുടെ കോട്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് ജയിച്ചു കയറിയത് കോൺഗ്രസിന് പോലും അത്ഭുതമായിരുന്നു. ജനവിരുദ്ധ വികാരവും ഭരണത്തിനെതിരെയുള്ള ജനവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളും ഒത്തുചേർന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ജയിച്ചു കയറിയത്. എന്നാൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് അടുപ്പിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന് ബോധ്യമായ സ്ഥിതിക്ക് ഇനി ആരായിരിക്കും സ്ഥാനാർത്ഥി? VT ബൽറാം ആകട്ടെ തൻ്റെ മണ്ഡലമായ തൃത്താലയിൽ തന്നെ മത്സരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നീട് പാലക്കാട് മത്സരിപ്പിക്കാൻ പറ്റിയ ആരും കോൺഗ്രസിൻ്റെ പോക്കറ്റിലില്ല. അങ്ങനെ വരുമ്പോഴാണ് പഴയ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്ന പോലെ ഷാഫി പറമ്പിലിനെ വീണ്ടും പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാലോ എന്ന ആലോചന ചെറിയ തോതിൽ കോൺഗ്രസിൽ തലപൊക്കി തുടങ്ങിയത്. ഷാഫി പറമ്പിൽ പാലക്കാട്ടേക്ക് തിരിച്ചു വരുമെന്നുള്ള സൂചന ഷാഫിയുടെ അടുത്ത അനുയായികൾ നൽകുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ കോൺഗ്രസിനെ നയിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പാലക്കാട്ട് വീണ്ടും എത്തും. വടകരയിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ ജയന്തിനെ പോലെയോ അല്ലെങ്കിൽ മറ്റവിടെയുള്ള ഏതെങ്കിലും ഒരു KPCC ഭാരവാഹിയോ അല്ലെങ്കിൽ DC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ പോലുള്ളവരോ മത്സരിപ്പിച്ചേക്കാം എന്നുള്ളൊരു സൂചന ഇപ്പോൾ കോൺഗ്രസിൽ പ്രബലമായി വരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ആരും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും പാലക്കാട് BJP പിടിച്ചാൽ കോൺഗ്രസിന് വലിയ നാണക്കേടാണത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ മാറ്റിയത് കൊണ്ടല്ലേ അവിടെ BJP പിടിച്ചത്? BJPക്ക് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ ഒതുക്കിയതും മാറ്റിയതും എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് BJP അവിടെ ജയിച്ചു കഴിഞ്ഞാൽ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPM ജയിച്ചാലൊന്നും അവർക്ക് അത്ര വലിയ വിഷയമില്ല. പക്ഷേ BJP അവിടെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ നന്നായി ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിലിനെ പാലക്കാട് എന്തെങ്കിലും ആകട്ടെ, എന്ത് വന്നാലും എന്തെങ്കിലും ആകട്ടെ, പഴയതെല്ലാം മറന്നുകൊണ്ട് ഷാഫിയെ പാലക്കാട്ടേക്ക് തിരിച്ചു വിളിച്ചാലോ എന്നുള്ളൊരു ആലോചന പല കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. പക്ഷെ അവരാരത് പുറത്തു പറഞ്ഞൊരു സംസാര വിഷയമോ ചർച്ചാ വിഷയമോ ആക്കിയിട്ടില്ല. പക്ഷേ ഡിസംബർ 13 ശേഷം ഇത് ചർച്ചാ വിഷയമാവുന്ന കാര്യത്തിലൊരു സംശയം വേണ്ട. ഡിസംബർ 13 പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികൾക്ക് അധികാരത്തിലെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ ഒടുങ്ങുമ്പോൾ ഷാഫി പറമ്പിലിനെ പാലക്കാട്ടേക്ക് തിരിച്ചു വിളിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ കോൺഗ്രസിൽ രൂക്ഷമാകും. കോൺഗ്രസിൽ അതിഗൗരവമായ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തൽക്കാലം ഇപ്പോൾ എല്ലാവരും അടങ്ങിയിരിക്കുകയാണ്. ഷാഫി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ MLA ആക്കിയത് ഷാഫിക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണെന്ന് പറയുന്നവരുമുണ്ട്. അല്ലെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു പ്രധാന ആൾ ഷാഫി പറമ്പിലാണെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുമുണ്ട്. അതെല്ലാം കോൺഗ്രസിൻ്റെ ഇന്റേണൽ രാഷ്ട്രീയമാണ്. നമുക്കതെല്ലാം പുറത്ത് പറയാറായിട്ടുമില്ല. എന്നെങ്കിൽ തന്നെയും പാലക്കാട്ടേക്ക് അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള സൂചന ചില കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ ആരും മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും ഷാഫി അല്ലെങ്കിൽ പിന്നെ മറ്റാരും നിർത്തിയാലും പാലക്കാട് നോക്കണ്ട, അത് BJP കൊണ്ടുപോകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ, പാലക്കാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ പലരും ഒരേ സ്വരത്തിൽ പറയുന്നത്.